ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു റീസ്റ്റോക്ഡ് കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ പ്രീമിയം ഫാബ്രിക് ആണ്. പ്രീമിയം ആണ്. ഈ ഒരു ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് ആണ്. സോഫ്റ്റ് ക്രഷ്ഡ് ഓർഗൻസയാണ് ഇതിൽ വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ സോഫ്റ്റ് ആണ് ഫാബ്രിക്. അതിലെ ഹാൻഡ് വർക്ക് നോക്കിയോളൂ. അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനിലുള്ളൊരു ഹാൻഡ് വർക്ക് ആണ് ഇതിൽ ചെയ്തിരുന്നുണ്ട്. അതായത് ഒരു മൾബറി കളർ ഷെയ്ഡ്സ് എന്ന് പറയാം. പിങ്ക് ഉണ്ട്, മൾബറി റെഡ് ഉണ്ട്, മൾബറി ബ്രൗൺ കളർ ഉണ്ട്, പിന്നെ പീച്ച് റെഡിൻ്റെയും കോമ്പിനേഷൻസിലാണ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ലീഫിലും 2 കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ടോപ്പിൽ. ആൻഡ് ദുപ്പട്ട ഫുൾ വർക്കാണ്. ഇത്രയും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. പ്രീമിയം ആയിട്ടുള്ള ഒരു സെറ്റ് പാറ്റേൺ ആണ്. ഡീറ്റെയിൽസ് നോക്കാം. ഈ കളർ ഞാൻ ഇട്ടേക്കുന്ന ബ്ലാക്ക് ഷെയ്ഡാണ്. യോക്കിൽ ഇതുപോലെ എല്ലാത്തിനും ഈ കോമ്പിനേഷൻ ആണ്. ഈ കളേഴ്സിനോടെല്ലാം ഭയങ്കര മാച്ചിങ് ആണ് ഈ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന കോംബോ. അതുകൊണ്ട് തന്നെ എല്ലാം ഈ കോമ്പിനേഷൻ തന്നെയാണ്. ഇത് ദുപ്പട്ട. അതുകൊണ്ട് ഫുൾ വർക്ക് വന്നേക്കുന്ന ഒരു ഹെവി ദുപ്പട്ടയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. മൾട്ടി കളർഡ് എംബ്രോയിഡറി വർക്കാണ്. ക്രോസ് സ്റ്റിച്ചും നോർമൽ എംബ്രോയിഡറിയും കൂടെ മിക്സ്ഡ് ആണ് ഈ എംബ്രോയിഡറിയിൽ. വിത്ത് സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ് ഇതിൻ്റെ ബോർഡർ വന്നേക്കുന്നത്. അടിപൊളിയാണ് ഈ ഒരു കളർ ഷെയ്ഡ് കാണാനായിട്ട്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. എപ്പോഴും നമ്മൾ ജോർജറ്റിൽ കാണുന്ന ആ ഒരു പിങ്ക് അല്ല, ഡിഫറെൻ്റ് ആണ്. അതായത് ഓരോ ഫാബ്രിക്കിലും ഓരോ കളേഴ്സ് വരുമ്പോൾ അതിന് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ടോണിലല്ല വന്നേക്കുന്നത്. അതായത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പിങ്കിൻ്റെ തന്നെ ഷെയ്ഡാണ്. നല്ല റിച്ച് പിങ്ക് ടോൺ. ഇതാണ് ദുപ്പട്ട. സെയിം കോംബോ. എല്ലാ കളേഴ്സിലും സെയിം ഈ പീച്ച് റെഡ് കോമ്പിനേഷൻസ് ആണ് എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുന്നത്. വളരെ ഹെവി എംബ്രോയിഡറി വരുന്ന ദുപ്പട്ടയും. ആൻഡ് ദുപ്പട്ട വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും കേട്ടോ. ഇങ്ങനെ ഒഴുകി പോവില്ല. അതായത് ഈ ഓർഗൻസ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർഗൻസ ആയിട്ട് വിചാരിക്കരുത്. ഇത് ക്രഷ്ഡാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഷിഫോണിൻ്റെ ഒക്കെ ആ ഒരു പാറ്റേണിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ്. അതിൽ ഹെവി എംബ്രോയിഡറി, ടോപ്പിൽ ഹാൻഡ് വർക്കാണ് പാറ്റേൺ. ഒരു ലെവൻഡറിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ഇങ്ക് ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. വെറൈറ്റി കളറാണ് ഇത് വന്നിട്ട്. ഇത് നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ അത്രയും മനസ്സിലാവുന്നതിനും നേരിട്ട് കാണുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷാർട്ടിൽ പാറ്റേൺ ഓഫ് വർക്ക്. സെയിം 2.6 ആണ് ടോപ്പിൻ്റെ ലെങ്ത്. ഇതാണ് ഓവറോൾ ലുക്ക്. ദുപ്പട്ട 2.4 മീറ്ററും. ബോട്ടം സാൻഡൂൺ ഫാബ്രിക് ആണ്. അതും സെയിം കളറിൽ തന്നെ വരുന്ന സാൻഡൂൺ ഫാബ്രിക്കിലുള്ള ബോട്ടമാണ്. ഒരു വെറൈറ്റി ഇങ്ക് ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡ്. ഹെവി ഹാൻഡ് വർക്ക് ടു ടോപ്പും ദുപ്പട്ടയിലും ഹെവി പാറ്റേൺ ഓഫ് എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഗ്രീൻ ആണ്. ഡാർക്ക് ആപ്പിൾ ഗ്രീൻ ടോണിൽ പാറ്റേൺ. സെയിം ക്രഷ്ഡ് ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലാണ് ടോപ്പ്. എന്നാലും നമുക്ക് ഓർഗൻസ ആയിട്ട് തോന്നുമല്ലോ. അതുകൊണ്ടോ ഓർഗൻസ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇത് ക്രഷ്ഡ് ഫോമാണ്. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക് ആണിത്. ആൻഡ് ഹെവി എംബ്രോയിഡറി സ്റ്റൈലാണ് ദുപ്പട്ടയിലൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ലാസ്റ്റ് കളർ വന്നേക്കുന്നത്. ഒരു ഒണിയൻ പോലെ നിൽക്കുന്നതിൻ്റെ പക്ക ഒണിയൻ അല്ല, കുറച്ചുകൂടി ഒരു ഗ്രേപ്പ് ജ്യൂസും കൂടെ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡിൽ പാറ്റേൺ ഓഫ് വർക്ക് സെയിം. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒരു വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. ഹെവി ആയിട്ട് എംബ്രോയിഡറി സ്റ്റൈൽ വരുന്ന എൻ്റെ ദുപ്പട്ട. ആൻഡ് ടോപ്പിൽ ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലും. റേറ്റ് 1190 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. സോ ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒരു വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക്